എല്ലാവർക്കും GYB ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ പാമിസ്ട്രിയുടെ വീഡിയോകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാമിസ്ട്രിയുടെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാമിസ്ട്രിയിലെ പല രേഖകളെപ്പറ്റി നമ്മളിവിടെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം നമ്മൾ ജ്യോതിഷത്തിൻ്റെ സ്ത്രീ സ്വഭാവം, നക്ഷത്രങ്ങളുടെ സ്ത്രീ സ്വഭാവവും പൊതു സ്വഭാവത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്കപ്പം വീഡിയോയിലേക്ക് വരാം. വീഡിയോയുടെ വിഷയം നമുക്ക് ആരംഭിക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കൈരേഖയിൽ മാരേജ് ലൈനിനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ മാരേജ് ലൈനിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ മാരേജ് ലൈനിൻ്റെ വീഡിയോ ഒന്ന് കാണുക. ഒപ്പം അവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, മാരേജ് ലൈനിൽ ഞാൻ ഇമേജ് വരച്ചിട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഇമേജ് വരച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ അത് കാണിക്കാം. അപ്പം മാരേജ് ലൈനിൽ വരുന്ന ഒരു ചെറിയൊരു വ്യത്യാസം കൊണ്ട് ലവ് മാരേജ് നടക്കുന്ന ആളുകൾ, ലവ് മാരേജ് മാത്രമായിട്ട് അവരുടെ ലൈഫിൽ നടക്കും, ആ മാരേജ് അവർക്ക് സക്സസ് ആവും എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ഇമേജിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതൊരു ഹാൻഡിൻ്റെ സിമ്പിൾ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതിവ് പോലെ വിഷയങ്ങൾ ഒന്നുകൂടി നമുക്ക് ഓർമ്മ പുതുക്കാനായിട്ട് നമുക്ക് ഇവിടെ പറയാം. ഈ കാണുന്ന രേഖയാണ് ആയുർരേഖ എന്നറിയപ്പെടുന്നത്. ഈ കാണുന്ന രേഖയാണ് ഭാഗ്യരേഖ എന്നറിയപ്പെടുന്നത്. ഈ കാണുന്ന രേഖയാണ് ബുദ്ധിരേഖ എന്നറിയപ്പെടുന്നത്. ഈ കാണുന്ന രേഖയാണ് നമ്മുടെ ഹൃദയരേഖ എന്ന് പറയുന്നത്, ആരോഗ്യത്തിൻ്റെ രേഖ. ഇമ്മേൽ കാണുന്നത് ഇത് ഭാഗ്യരേഖ, ഇത് ആയുർരേഖ, ഇത് ബുദ്ധിരേഖ, ശിരോരേഖ എന്ന് പറയും, ഇത് ഹൃദയരേഖ എന്ന് പറയും. ഈ ഇത്രയും രേഖകൾ. ഇനി അടുത്തായിട്ട് നമുക്ക് പറയാൻ പോകുന്ന ഈ ഭാഗം ഞാൻ പറഞ്ഞല്ലോ, കൈയുടെ ഈ ഒരു വക്കുവശം വരുമ്പോൾ നമ്മൾ നേരെ നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ ഇവിടെ 3-4 ലൈനുകൾ ഈ സൈഡിൽ കാണും. ആ ലൈനുകളിൽ ഇതുപോലെ ഒരു ത്രികോണം ഇങ്ങനെ അകത്തോട്ട് കയറി നിന്ന് ഇങ്ങനെ ജോയിൻ്റ് ആയി ഇരിക്കുകയാണെങ്കിൽ, 2 ലൈനുകൾ ചേർന്ന് ഒരു ത്രികോണമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതിനർത്ഥം എന്ന് പറയുന്നത് തീർച്ചയായും അവരുടെ ലൈഫിൽ അവർക്ക് ലവ് മാരേജ് ആണ് വരുന്നതെന്നുള്ളതിൻ്റെ സിമ്പലാണ് കാണുന്നത്. കാരണം പ്രണയവിവാഹം എന്നുള്ളതാണ് അവരുടെ ഇതിൽ കിടക്കുന്നത്. ഇത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രണയിക്കാത്ത ആളുകൾക്ക് പ്രണയവിവാഹം നടക്കുന്നില്ല. പക്ഷേ ഉള്ളവർക്ക് അതാണ് അതിൻ്റെ ലക്ഷണമെന്നാണ് പാമിസ്ട്രി പറയുന്നത്. അതൊരു അറിവാണ്, പാമിസ്ട്രിയിലെ ഒരു അറിവാണ്. അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി പല മാനദണ്ഡങ്ങൾ കൊണ്ടാണ് ഒരാളുടെ വിവാഹ ജീവിതം വിജയിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് എന്നുള്ളത് അവരവരുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ ഇതിൻ്റെ സിമ്പിൾ ഇതാണ് അതിൻ്റെ ലക്ഷണം. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലോട്ട് വീണ്ടും തിരിച്ചു വരാം. കാരണം ഞാൻ പാമിസ്ട്രിയിൽ കുറച്ച് വിഷയങ്ങൾ കൂടി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് തുടങ്ങാൻ വീണ്ടും. ഇനിയിപ്പോൾ ഇത്ര ഒരു രേഖ നമ്മുടെ കൈവശത്തേക്ക് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ നമ്മൾ തിരുവോണം വരെ സംസാരിച്ചെടുത്ത് നമ്മൾക്ക് ഇനി വിശകലനം ചെയ്യാനായിട്ട് നമ്മൾ പോകുന്ന നക്ഷത്രമാണ് അവിട്ട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ പൊതുസ്വഭാവം. അവിട്ട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ പൊതുസ്വഭാവമാണ് ഇനി നമ്മളിവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുരുഷൻ്റെയും സ്ത്രീയുടെയും സ്വഭാവത്തെപ്പറ്റി നേരത്തെ തന്നെ ഞാൻ അസ്ട്രോളജി 2025 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് താരൊക്കെ അതിനകത്തിട്ടുണ്ട്. അത് കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ സ്ത്രീ സ്വഭാവം എടുത്ത് പറയാം. കൂടുതലും ഉയർച്ച ഇഷ്ടപ്പെടുന്ന, അതായത് മറ്റുള്ളവരെ അനുസരിപ്പിക്കുന്ന ജോലികൾ ചെയ്യിക്കാൻ വലിയ പുരുഷന്മാരെ കൊണ്ടോ സ്ത്രീകളെ കൊണ്ടോ മറ്റുള്ളവർക്ക് മുന്നൊരു മേധാവി സ്ഥാനം കിട്ടാനായിട്ട് സ്വന്തമായി ജോലി ചെയ്യാതെ മറ്റൊരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന സ്വഭാവത്തിൽപ്പെട്ട ആളുകളാണ് അവിട്ടംകാർ. അതുപോലെ തന്നെ ഇവർക്ക് മതപരമായ വിശ്വാസം കൂടുതലായിരിക്കും. മതത്തിൻ്റെ മുഴുവൻ കാര്യത്തിൽ ഇവർ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ദൈവത്തിൻ്റെ കാര്യത്തൊക്കെ കൂടുതലായി മതത്തിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് അവിട്ടത്തിലുള്ളവർ. അതുപോലെ തന്നെ വാക്കുതർക്കം വന്നു കഴിഞ്ഞാൽ ഒരാളോട് കർക്കശമായി ഇടപെടാനും മർദ്ദിക്കാനും വരെ ഉള്ള ധൈര്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഉണ്ട്, അവിട്ടത്തിലുള്ള ആളുകൾക്കുണ്ട്. പിന്നെ അവിടത്തെപ്പെട്ട സ്ത്രീകൾ ഒരുമാതിരി പൊക്കമുള്ള ആളുകളായിരിക്കും. മിക്ക ആൾക്കാർക്കും 5.5 അടിയിൽ മുകളിലേക്ക് ഉയരം കാണും, വളരെയധികം. അങ്ങനെയുള്ള സ്ത്രീകളാണ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഉയർന്ന സ്ഥാനങ്ങളിലേക്കും പോസ്റ്റുകളിലേക്കും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും അവിട്ടത്തിലുള്ളവർ. കർക്കശമായ അധികാരം എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ആരെയും അംഗീകരിച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവത്തിലല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്കും ഒരു ഓണർ, സ്ഥാപനങ്ങളുടെയൊക്കെ ഓണർ എന്നുള്ള നിലയിൽ ശോഭിക്കാനായിട്ട് വളരെ എളുപ്പം സാധിക്കുന്നതാണ്. ഇതാണ് അവിട്ടം നക്ഷത്രത്തിൻ്റെ സ്ത്രീകളുടെ പൊതു സ്വഭാവം. ചില ആളുകൾ വളരെയധികം ഒതുങ്ങിയ ആളുകളുമുണ്ട്, ചില ആളുകൾ വളരെയധികം ഒതുങ്ങിയ ആൾക്കാരുമുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർക്കാണെങ്കിലും ജോലി വരുന്നത് എന്തെങ്കിലും ടീച്ചേഴ്സ് പോലുള്ള വകുപ്പിലോ അധ്യാപക വൃത്തി അങ്ങനെ പല കാര്യങ്ങളായിരിക്കും. ഉയർന്ന ഒരു രീതി, എപ്പോഴും ബഹുമാനം ലഭിക്കുന്ന ഒരു രീതി അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. എപ്പോഴും
സ്വന്തം കാലിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവിട്ടക്കാർ. അടുത്താണ് ചതയ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീ. ചതയ നക്ഷത്രത്തിൽപ്പെട്ട ആളുകളെ പറ്റി ഞാൻ ഒരിക്കൽ അസ്ട്രോളജിയിൽ പറഞ്ഞിട്ടുണ്ട്, ചതയത്തിൻ്റെ. അപ്പോൾ സ്ത്രീകളാണ് തീർച്ചയായും മരുന്നിൻ്റെ ഒരു വിഭാഗത്തിൽ അവർ ചതയത്തിലുള്ള സ്ത്രീ എപ്പോഴേലും ജോലി ചെയ്യും. ചിലർ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിപ്പുണ്ടാവും, ഇല്ലെങ്കിൽ മുമ്പ് ജോലി ചെയ്ത ഓർമ്മ അവർക്കുണ്ടാവും. വൈദ്യം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന്, ആയുർവേദം തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധം പുലർത്തുന്ന ഒരു കാര്യം അവരുടെ ലൈഫിൽ എപ്പോഴേലും അവർ ചെയ്തിരിക്കും. ഇതാണ് അവർ ഒന്നാമത്തെ ജോലി വരുന്നത്. രണ്ടാമത്തെ ജോലി വരുന്നത് വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും അധ്യാപക വൃത്തിയിലോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ജോലി അവർ ചെയ്തിരിക്കും. മൂന്നാമത് വരുന്ന ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേക്കപ്പ്, അതായത് വസ്ത്രങ്ങളായിക്കോട്ടെ, വസ്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു കാര്യം. ഇപ്പം തുണികൾ തയ്ച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫാഷനിലുള്ള ഡ്രസ്സുകളുടെ റിക്രൂട്ട്മെൻറ്റ്, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്ന പരിപാടി, മൊത്തത്തിൽ എടുത്ത് ഹോൾസെയിൽ നടത്തുക. ഇതല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ ആവുക, അല്ലെങ്കിൽ മേക്കപ്പ് ഇതര വസ്തുക്കൾ വിൽക്കുക. അങ്ങനെയുള്ള സൗന്ദര്യ വസ്തുക്കൾ വിൽക്കുന്ന ഒരു മേഖലയിലൂടെ ഇവർ കൈവക്കും. ഇതിൽ ഏറ്റവും ലാസ്റ്റിൽ ഇവർ ഉറയ്ക്കുന്ന 2 മേഖലകളേ ഉള്ളൂ ജോലി ചെയ്യുന്നതിൽ. ഒന്ന് അധ്യാപകരാവുക, അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധകം. ഈ ഫസ്റ്റ് പറഞ്ഞ ഈ മെഡിസിൻ്റെ വിഭാഗം ഇവർ മാറ്റിക്കളയും. ഇവർക്ക് ഒരു 18, 20, 21, 25 വയസ്സിലോട്ട് ഉപരിപഠനങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ തീർച്ചയായും ആദ്യം പോകുന്ന ജോലി മെഡിക്കൽ വിഭാഗവുമായി ബന്ധമുള്ള ഏതെങ്കിലും കോഴ്സ് പഠിക്കാനോ, അല്ലെങ്കിൽ അത് കറങ്ങിത്തിരിഞ്ഞ് അതിനകത്തോട്ട് വരുന്ന രീതിയിൽ ആശുപത്രി മേഖലയുമായി ബന്ധമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ, നേഴ്സൊന്നും ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു കാര്യത്തിൽ മെഡിക്കലുമായിട്ട് ഏതെങ്കിലും ഒരു സേവനം നടത്തുന്ന ഒരു കാര്യം പഠിക്കാൻ ഇവരുടെ ജീവിതത്തിൽ ഫസ്റ്റ് വരും. ചതയത്തിന് മാത്രം ഒരു പ്രത്യേകതയാണ്. സെക്കൻഡ് വരുന്നത് എപ്പോഴും മേക്കപ്പും പോലുള്ള കാര്യങ്ങളുടെ പഠനത്തിലോട്ട്. മൂന്നാമത് വരുന്നതാണ് അടുത്ത സാധനം, ഏതാണ്? അധ്യാപനം എന്ന രീതിയിൽ. ഇതിൽ എവിടെയാണ് ജോലി കരിയർ ഉറപ്പിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ മേക്കപ്പ് ഇതര വസ്തുക്കൾ, അല്ലെങ്കിൽ അധ്യാപകർ. ഈ രീതിയിൽ ഏതെങ്കിലും ഒന്നിൽ പോയിട്ട് ജോലി ഉറയ്ക്കും. ഇപ്പോൾ ചതയ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് രേവതിയുമായിട്ട് നല്ല പൊരുത്തമുണ്ട്. രേവതിയിലുള്ള പുരുഷന്മാരുമായിട്ടുള്ള പൊരുത്തം സ്ത്രീകളുമായിട്ടുള്ള, ഇത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് പൊരുത്തമുണ്ടെങ്കിൽ 2 നക്ഷത്രത്തിൽപ്പെട്ട ആളുകളോടും 2 വിഭാഗത്തിൽപ്പെട്ട ആളുകളോടും പൊരുത്തം വരും. പൊരുത്ത വ്യത്യാസത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട്. അതായത് നമുക്ക് പൊരുത്തമില്ല എന്ന് പറയുന്ന നക്ഷത്രമാണെങ്കിലും പുരുഷനാണ് സ്ത്രീയോട് ചില സമയങ്ങളിൽ പൊരുത്തം വരാം. അങ്ങനെയും ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് പിന്നീടുള്ള വീഡിയോകളിൽ പറഞ്ഞു തരാം. ഇവിടെ ചതയത്തിൽപ്പെട്ട സ്ത്രീക്ക് രേവതിയുമായിട്ട് പൊരുത്തമുണ്ടെങ്കിലും രേവതിയുമായിട്ടുള്ള പുരുഷനുമായിട്ടാണ് പൊരുത്തം, സ്ത്രീയുമായിട്ടല്ല പൊരുത്തം. ഇനി ചതയത്തിൽപ്പെട്ട പുരുഷനാണെങ്കിൽ രേവതിയുള്ള സ്ത്രീയുടെ പൊരുത്തം വരും, രേവതിയുള്ള പുരുഷനോടല്ല പൊരുത്തം. ഇങ്ങനൊരു വ്യത്യാസം കൂടിയുണ്ട്. ഇനി തിരുവാതിരയുമായിട്ട് നല്ല പൊരുത്തമുണ്ട് ചതയത്തിന്. തിരുവാതിരപ്പെട്ട സ്ത്രീ, തിരുവാതിരപ്പെട്ട പുരുഷൻ നല്ല പൊരുത്തമുണ്ട്. വിശാഖത്തിൽപ്പെട്ട സ്ത്രീ, വിശാഖത്തിൽപ്പെട്ട പുരുഷൻ നല്ല പൊരുത്തമുണ്ട്. പക്ഷേ വിശാഖത്തിൽപ്പെട്ട സ്ത്രീയോടുള്ള പൊരുത്തത്തൊക്കെ കൂടുതൽ വിശാഖത്തിലുള്ള പുരുഷനോടായിരിക്കും പൊരുത്തം. തൃക്കേട്ടപ്പെട്ട പുരുഷനുമായിട്ടുള്ള പൊരുത്തം തൃക്കേട്ടപ്പെട്ട സ്ത്രീയുമായിട്ട് പൊരുത്തം കുറവാണ്. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ രീതി. ഇനി അശ്വതിയുമായിട്ട് പൊരുത്തമുണ്ട്. അശ്വതിപ്പെട്ട പുരുഷനോടും സ്ത്രീയോടും പൊരുത്തമുണ്ട്. ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതാണ് കുഴപ്പം. ഭയങ്കര പൊരുത്തമൊക്കെയാണ്, പക്ഷെ ഒരു ചെറിയ പ്രശ്നം ചതയത്തിൽപ്പെട്ട ആൾ, അത് പുരുഷനും സ്ത്രീക്കും ഒന്നാണ്, അശ്വതിയും പുരുഷനും സ്ത്രീക്കും ഒന്നാണ്. ഒരു കുഴപ്പം അവിടെ കിടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്കുകൾക്കും വഴക്കും നന്നായിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പൊരുത്തം ഉണ്ടെങ്കിലും വഴക്കുണ്ടാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചതയം അസുരഗണമാണ്, അശ്വതി ദേവഗണമാണ്. ഇതാണ് കുഴപ്പം. ഇതുകൊണ്ട് തന്നെ വാക്കേറ്റം, തമ്മിത്തല്ല്, വഴക്ക്, തർക്കം മുതലായ കാര്യങ്ങൾ പൊരുത്തമുണ്ടെങ്കിലും നടന്നുകൊണ്ടേയിരിക്കും. ഇതാണ് പ്രത്യേകത. നേരെ മുന്നി വന്നിരുമ്പോഴും തർക്കം നടക്കും. മാറി നിൽക്കുകയാണെങ്കിൽ ഇതിപ്പോൾ വേറൊരു കാര്യം കൊണ്ട് രേവതിയായിട്ട് പൊരുത്തമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. രേവതി ദേവഗണമാണ്, ചതയം അസുരഗണമാണ്. പൊരുത്തമുണ്ടെങ്കിലും വാക്കുതർക്കം നടക്കും. ദേവന്മാരും അസുരന്മാരും എന്താണ് സംഭവിക്കുക നിങ്ങൾക്കറിയാം, യുദ്ധം, വേറൊന്നുമല്ല. അപ്പോൾ പൊരുത്തമുണ്ടെങ്കിലും കാര്യമില്ല. പൊരുത്തമുണ്ടെങ്കിലും നമ്മുടെ ഗണം ഏതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതും ഒരു വഴക്കിന് തന്നെ, അല്ലെങ്കിൽ തർക്കത്തിന് തന്നെയാണ് സാധ്യത. രേവതി ദേവഗണവും ചതയ അസുരഗണവുമാണ്. രേവതിയായിട്ട് നല്ല പൊരുത്തമുണ്ട്, പക്ഷേ ദേവനും അസുരനും തമ്മിൽ യോജിക്കുകയില്ല. മാറി നിൽക്കുമ്പോൾ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയും. ആ ദേവന് നല്ല ഇതാണ് എന്നുള്ള രീതിയിലുള്ള നമ്മുടെ ചരിത്രങ്ങളുടെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. അങ്ങനെയുള്ള രീതി അങ്ങ് ചിന്തിച്ച് മുന്നോട്ട് വരുമ്പോൾ വികർഷണം സംഭവിച്ചുകൊണ്ടേയിരിക്കും, ഒപ്പം ആകർഷണവും സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആകർഷണവും വികർഷണവും ഒരേ രീതിയിൽ സംഭവിച്ചു. ഇനി
തിരുവാതിര മനുഷ്യഗണമാണ്, ഊരാടം മനുഷ്യഗണമാണ്. ഇത്തരം കാര്യങ്ങളാണെങ്കിൽ തൃക്കേട്ട അസുരഗണമാണ്. അപ്പം ഈ കാര്യങ്ങളാണ് മനുഷ്യരോട് ഇവർക്ക് ആധിപത്യം കൂടുതൽ. ഇവരായിരിക്കും നാഥന്മാർ. അതുകൊണ്ട് തന്നെ മനുഷ്യഗണം ഇച്ചിരി ഒതുങ്ങി നിൽക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് മനുഷ്യഗണത്തിലുള്ള ആളുകളോട് കൂടുതൽ ഇഷ്ടമായിരിക്കും. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ഒരു രീതി. അപ്പം ചതയത്തിൽപ്പെട്ട ആളുകളുടെ പൊതുസ്വഭാവമാണ് ഞാൻ സംസാരിച്ചത്. ഗണങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയാതെ 27 നക്ഷത്രക്കാരോട് ഒരേ രീതി പെരുമാറുന്ന ആളുകളാണ് ചതയംകാർ. പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം തുടങ്ങിയ വസ്തുക്കൾ പൊതിഞ്ഞു കെട്ടി പലരും വീടുകളിൽ ഇവർ ചെല്ലാറുണ്ട്. ഏറ്റവും വലിയൊരു കാര്യമാണ് ചതയം ചെയ്യുന്നത്. ഫുഡ്, പായസം, പലഹാരങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന ആളുകളുടെ വീട്ടിലും പരിചയം, അതായത് വെറും ഒരു പരിചയം, ഒരു ഫോണിലൂടെയുള്ള പരിചയം, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട പരിചയം, ഒരു പിടുത്തമില്ല അയാളെ പറ്റിയെന്ന് കരുതുക. ഇവർ ഫാമിലിയോടുകൂടി ആ വീട്ടിൽ ചെയ്യും. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ചതയത്തിൽപ്പെട്ടവർക്ക്, പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, പരിചയമില്ലാത്ത ആളുകളെ ശരിക്കും സ്റ്റഡി ചെയ്ത ശേഷം അവർ വീട്ടിൽ പോകുമ്പോൾ ഭക്ഷണ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്ന ആദ്യം ശരിക്കും പരിചയപ്പെട്ടിട്ട് മതി. ഒന്നാം പോക്കിന് തന്നെ ഭക്ഷണം ചുമന്നുകൊണ്ട് പോകരുത്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊരുത്തമില്ലാത്ത ആളാണോ പൊരുത്തമുള്ള ആളാണോ തിരിച്ചറിയുന്ന കാര്യം ചതയത്തിന് ഇച്ചിരി ക്യാച്ചിങ് കുറവാണ്. അവരെല്ലാവരോടും ഒരുപോലെ ഇടപെടും. അവിടെ നിൽക്കുന്ന ആളല്ലെ പരിചയപ്പെടുന്ന ആൾ പൊരുത്തമില്ലാത്ത ആളാണെങ്കിൽ അതൊരു വഴക്കിൽ അവസാനിക്കും. ഒന്നാം മീറ്റപ്പ് തന്നെ വഴക്ക് അവസാനിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഭക്ഷണവുമായിട്ട് പോകണ്ട. ശരിക്കും സ്റ്റഡി ചെയ്ത ശേഷം മാത്രം പരിചയപ്പെടുന്ന ആളുകളുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുക. ഇല്ല എങ്കിൽ തീർച്ചയായും നിങ്ങളെ അവരെ അപമാനിക്കാൻ സാധ്യതയുണ്ട്. കാരണം ചതയം വളരെയധികം സ്വാതന്ത്ര്യമെടുത്താണ് സംസാരിക്കുന്നത്. ചില ആളുകളും ചില കുടുംബത്തിലുള്ളവരും ചിലപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമെടുക്കാൻ അന്യകുടുംബത്തിൽ, നമ്മുടെ കുടുംബമല്ല അന്യകുടുംബത്തിൽ ചെന്ന ശേഷം സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനൊന്നും ചില സമയങ്ങളിൽ നമുക്ക് തടസ്സം വരുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ആ വീട്ടിലെ മുതിർന്ന കാരണവരുണ്ടാവും, പലരും ഉണ്ടാവും. ചിലപ്പോൾ അവരുടെ ഒരു മേൽനോട്ടത്തിലൊക്കെ ആ കുടുംബം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിനിടയിലോട്ട് ചെന്ന് കയറുമ്പോൾ ഒന്നാം ദിവസം തന്നെ തർക്കത്തിൽപ്പെടാനും പരിചയക്കുറവ്, അതായത് വെറുതെ ഒരു പരിചയക്കാരായതുകൊണ്ട് അതിനടുത്തുള്ള ബലമേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിചയം ഉടയാനാണ് സാധ്യത. അപ്പോൾ നമ്മുടെ കൂടെ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളുടെ ഭവനത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വിവാഹം വന്നു, വിവാഹത്തിന് നമ്മൾ പോയി അറ്റൻഡ് ചെയ്യുന്നു, കയർത്താമസം വന്നു, കയർത്താമസത്തിന് പോയി നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു, നാളെ ആട് ഭവനത്തിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ചെന്നൊരിക്കുന്നു ഇതാരെ എവിടെ വെച്ച് പരിചയപ്പെട്ടായിരിക്കും, പുള്ളിയെ ഞാൻ വഴി വെച്ച് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോൾ നമ്മുടെ ഒരു ഇടപെടൽ വർഷങ്ങളായിട്ട് പരിചയപ്പെട്ട ആളെ പോലെ ഭയങ്കര സംസാരമാണെങ്കിൽ വീട്ടുകാർക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും. ഇതെന്ത് പരിപാടിയാണെന്ന് ചിന്തിക്കും. അപ്പോൾ അവരെ ആ ഈർച്ച മുഖത്ത് കാണിക്കും. ചിലപ്പോൾ നമ്മളോട് വളരെ മോശമായിട്ടോ ഒക്കെ സംസാരിച്ചെന്ന് വരും. അത്ര താല്പര്യമില്ലായിരുന്നവർ, അതൊക്കെ നമുക്ക് മനസ്സിന് ക്ഷീണം തടുന്നതാണ്. അതുകൊണ്ടാണ് ഭക്ഷണ സാധനങ്ങൾ പലഹാര വസ്തുക്കൾ മേടിച്ചുകൊണ്ട് ഒന്നാം മീറ്റപ്പിന് പോകണ്ട എന്ന് പറയുന്നതിന് കാരണം. ഇത് ചതയം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തായിട്ട് പൂരുരുട്ടാതി വരുന്ന സ്ത്രീയുടെ കാര്യമാണ്. പൂരുരുട്ടാതിയുടെ പൊതുസ്വഭാവം ഞാൻ പറഞ്ഞിരുന്നു. നരനാണ്, അതായത് ഒരു മനുഷ്യന് ഓരോ മിനിറ്റും അവൻ്റെ ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കും. ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് അവരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ തന്നെയാണ് പൂരുരുട്ടാതി. പൂരുരുട്ടാതി പെട്ടുന്ന സ്ത്രീകൾക്ക് നൃത്തം തുടങ്ങിയ കാര്യങ്ങളോ കലാപരമായ കാര്യങ്ങളോ ലഭിക്കാറുണ്ട്. കലാപരമായ കാര്യങ്ങൾ ഇവർ മുഴുമിക്കാതെ അസ്തമിപ്പിച്ച് കളയുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് കലാപരമായ കാര്യങ്ങളിൽ പരാജയം സംഭവിക്കാറുണ്ട്. പുരുഷന്മാർക്കും കലാപരമായ കഴിവുകളുണ്ട്. പക്ഷെ ഒരു ജോലി കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ പൂരുരുട്ടാതിക്ക് സാധിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മനുഷ്യരായതുകൊണ്ട് പെട്ടെന്ന് ഇവർ ഈ ഇമോഷണലായിട്ട് പെട്ടെന്ന് അവർ വീക്കാണ്. പെട്ടെന്ന് അവർ ഒരു കാര്യത്തിലേക്ക് മുങ്ങിപ്പോകും. ഇപ്പോൾ ഒരാൾ വന്നൊരു സങ്കടം പറഞ്ഞു, അയാളുടെ സങ്കടത്തിലേക്ക് മുങ്ങി. ഒരാൾ വന്നൊരു സഹായം ചോദിച്ചു, അയാളുടെ സഹായത്തിലേക്ക് പോയി. ഇങ്ങനെ പല കാര്യങ്ങളും. അപ്പം പെട്ടെന്ന് ഒരാൾ ഒരു മതപരമായ കാര്യങ്ങൾ പറഞ്ഞു, പെട്ടെന്ന് അതിലേക്ക് സംബന്ധിക്കാനായിട്ട് പോയി. പിന്നെ ആദ്യത്തെ പ്രോജക്റ്റുകളും കാര്യങ്ങളും എല്ലാം പാടെ നിർത്തി വെച്ചിട്ടായിരിക്കും വേറൊരാളുടെ കാര്യത്തിലോട്ട് ഇടപെടാൻ പോകുന്നത്. ഇങ്ങനെ കാണിക്കുമ്പോൾ അവനവൻ്റെ ഒരു ആഗമനോദേശം നിന്നുപോകും. അത് വർഷങ്ങളോളം മറ്റുള്ളവരുടെ തടങ്കലിൽ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പൂരുരുട്ടാതിക്ക്. ഇനി സ്ത്രീകൾക്ക് ഇച്ചിരി വ്യത്യാസമുണ്ട്. സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെയല്ല, അല്പം കർക്കശം തുറഞ്ഞ സ്വഭാവവും വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവവും ഉണ്ട്. പുരുഷന്മാർ പലപ്പോഴും സംസാരിക്കാനായിട്ട് ചെറിയ ഭയം എപ്പോഴും കാണിക്കുന്ന ആളുകളാണ്. അതായത് വെട്ടിത്തുറന്ന് പറയും. സ്ത്രീകൾ അങ്ങനെയല്ല, വെട്ടിത്തുറന്ന് പറയാനുള്ള കഴിവ് കൂടുതലാണ്. അതുപോലെ അധ്യാപക ജോലികൾ ചെയ്യാനുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് കൂടുതലാണ്.
അതിനുള്ള കഴിവുകളുണ്ട്. പുരുഷന്മാർക്ക് ജോലി ഉറയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു 33-34 വയസ്സെത്തുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു കരിയർ കണ്ടുപിടിച്ച് അവർ മുന്നോട്ട് നീങ്ങുക. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല. അവർക്ക് 10-18 വയസ്സാകുമ്പോൾ തന്നെ അവരെ എന്തെങ്കിലും കരിയറിലോട്ട് തന്നെ ജമ്പ് ചെയ്തിരിക്കും. അതിൻ്റെ വരുമാനം അവർക്ക് കിട്ടും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പൂരുരുട്ടാതിപ്പെടുന്ന സ്ത്രീകളെല്ലാം മുക്കാലും പങ്കും ജനിക്കുന്ന ആളുകളെല്ലാവരും സ്വന്തമായി ഭവനമില്ലാത്തവരായിരിക്കും. സ്വന്തമായി ഭവനമില്ലാത്തവരും അവർ വിവാഹശേഷം മാത്രമായിരിക്കും സ്വന്തമായി ഒരു ഭവനം കാണുക. രണ്ടാമത് അതിനുശേഷമാണ് അവർക്ക് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാവുക. പക്ഷെ അവർ സ്വന്തം കാലിൽ നിൽക്കുന്ന പല പ്രവർത്തികളും ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ശ്രമിക്കും. അതുപോലെ തന്നെ സ്വന്തം വാസഗ്രഹം വിട്ട് കഴിയുമ്പോൾ മാത്രമാണ് ഇവർക്ക് ഉയർച്ച ലഭിക്കുന്നത്. സ്വന്തം ഭവനത്തിൽ നിൽക്കുന്ന കാലത്തോളം ഇവർക്ക് ഉയർച്ചകൾ ലഭിക്കാറില്ല. പൂരുരുട്ടാതിപ്പെട്ട പുരുഷനും സ്ത്രീക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭവനം വിട്ട് ഇപ്പോൾ ദൂര സ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുന്ന സമയം, അല്ലെങ്കിൽ ദൂരേക്ക് മാറുന്ന സമയം, വിവാഹത്തിലൂടെ ആയിക്കോട്ടെ, ജോലി സംബന്ധമായിക്കോട്ടെ, പഠിക്കാൻ പോകുന്ന സമയത്തായിക്കോട്ടെ, ഇങ്ങനെ മാറി നിൽക്കുന്ന സമയം, മാതാപിതാക്കളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ടൈമിൽ മാത്രമേ ഉള്ളൂ സാമ്പത്തിക ഉയർച്ച, കലാപരമായ ഉയർച്ച തുടങ്ങിയ എല്ലാ ഉയർച്ചകളും ഇവർക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാത്ത കാര്യങ്ങളിലെല്ലാം ഇവർക്ക് ഒന്ന് തടസ്സം സംഭവിക്കും. രണ്ട്, ഇവർക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടാതെ വരും. ഭവനത്തിലെ അന്തരീക്ഷം വളരെ വ്യത്യസ്തമായിരിക്കും, വളരെയധികം വ്യത്യസ്തമായിരിക്കും. ചിന്തിക്കുന്ന പോലെ തന്നെ, കണക്ക് കൂട്ടുന്ന പോലെ തന്നെ നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ രീതി വേറൊരു രീതിയിലായിട്ടാണ് പോകുന്നത്. അപ്പം പൂരുരുട്ടാതിപ്പെട്ട സ്ത്രീകളുടെ പൊതുസ്വഭാവം ഇതാണ്. പിന്നെ അവർക്ക് കുട്ടികളെന്ന് പറയുന്നത് സ്ത്രീയും പുരുഷന്മാരും ജനിക്കുക, ചിലർക്ക് ഒറ്റ കുട്ടി ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. സാധാരണ പോലെ തന്നെ ചില ആളുകളുടെ ജീവിത രീതി എങ്ങനെയാണ് ആ രീതിയിലേ ഉണ്ടാവുള്ളൂ എന്ന രീതിയിലാണ്. പക്ഷേ ഈ തിരുവോണ നക്ഷത്രത്തിന് മിക്ക ആളുകളും രണ്ട് സ്ത്രീകൾ അങ്ങനൊരു ഓർഡറുണ്ട് പലപ്പോഴും കുട്ടികൾ ചെയ്യുന്നത്. ഇപ്പോൾ പുണർന്ന നക്ഷത്രത്തിനാണെങ്കിൽ തീർച്ചയായും കുട്ടികൾ ജനിക്കുന്ന പുരുഷന്മാരായിരിക്കും. കാരണം പുണർന്ന നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്കെല്ലാം ജനിക്കാൻ സാധ്യതയുള്ള പുരുഷന്മാരായ കുട്ടികളാണ്, ആൺകുട്ടികളാണ് ജനിക്കുക. മകം നക്ഷത്രത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും മുക്കാൽ പങ്കും ജനിക്കുന്ന ആൺകുട്ടികളാണ്. അതാണ് ഏറ്റവും പ്രത്യേകത. അത് വളരെയധികം ഒരു പ്രത്യേകതയാണ്. ഇനി അശ്വതി നക്ഷത്രത്തിൽപ്പെട്ടവളാണെങ്കിൽ 2 ആൺകുട്ടികൾ 2 പെൺകുട്ടികൾ എന്നുള്ള രീതിയിലായിരിക്കും മിക്ക ആളുകൾക്കും ജനിക്കുക. ചിലർക്ക് മാത്രമേ ഉള്ളൂ ഒരാൺകുട്ടി ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ. മിക്കവർക്കും ആൺകുട്ടികൾ ജനിക്കുന്ന രീതിയാണ് അശ്വതിക്കാർക്കും ഉള്ളത്. പക്ഷേ ഏറ്റവും കൂടുതലായി കാണുന്നത് മകത്തിനാണ്. മകത്തിൻ്റെ മുക്കാൽ പങ്കും പുരുഷന്മാരാണ് ജനിക്കുക. അതുപോലെ തന്നെ തിരുവോണത്തിനാണേലും പുരുഷന്മാരല്ല, 2 സ്ത്രീകൾ ജനിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചില കണക്കുകളുണ്ട്. പക്ഷേ പൂരുരുട്ടാതിക്ക് നമ്മൾ അത്ര അത് ഫോഴ്സ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അത് വ്യത്യസ്തമായിരിക്കും. പലപ്പോഴും വ്യത്യസ്തമായ കണക്കുകളാണ് അവരുടെ രീതികൾ വരിക. ഇനി അടുത്തതായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പൂരുരുട്ടാതിയുടെ ഞാൻ പറഞ്ഞല്ലോ, കലാപരമായ കഴിവുകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരുരുട്ടാതിയുള്ള ആളുകൾ ഒരുപാട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സിനിമ, സീരിയൽ മേഖലകളിലും എല്ലാം പ്രവർത്തിക്കുക ഇവർക്ക് കഴിവുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ നരൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ തന്നെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇമോഷൻ ചേഞ്ച് ആവുമെന്ന് മാത്രം ഒന്ന് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ സാമ്പത്തികമായി കുറച്ച് കിട്ടും. ദാനധർമ്മങ്ങളാവാം, സാമ്പത്തികമായിട്ട് അമിതമായി നഷ്ടപ്പെടുന്നു പോകുന്ന ദാനധർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതാണ് പൂരുരുട്ടാതിയുടെ പൊതുസ്വഭാവം. ഇനി ഉത്രട്ടാതിയും രേവതിയും കൂടി സംസാരിക്കുന്നതോടുകൂടി നമ്മൾ സ്ത്രീകളുടെ പൊതുസ്വഭാവം നാളുകളുടെ പറയുന്നത് ഈ 27 നക്ഷത്രത്തിൻ്റെ അവസാനിക്കുകയാണ്. കാരണം 27 നക്ഷത്രത്തിൻ്റെയും സ്ത്രീകളുടെ പൊതുസ്വഭാവം ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന നക്ഷത്രമാണ് ഉത്രട്ടാതി. ഉത്രട്ടാതി എന്ന് പറയുന്ന നക്ഷത്രത്തിൽ സ്ത്രീ, ഉത്രട്ടാതി നക്ഷത്രത്തിൽപ്പെട്ട പുരുഷൻ, ഞാൻ വംശം പറഞ്ഞിരുന്നു, ഏറ്റവും അധികം സ്പോർട്സ് മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകളാണ് ഉത്രട്ടാതിക്കാർ. വിജയിക്കുകയും ചെയ്യും. സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ കഴിവുകളുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്പർ നിൽക്കുന്ന അശ്വതിയാണ്. പക്ഷെ പരാജയപ്പെടാറാണ് സാധ്യത. സ്പോർട്സ് മേഖലയുമായിട്ട് ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് അശ്വതി. പക്ഷേ അവർ പരാജയപ്പെടുകയാണ് സാധ്യത. രണ്ടാമത്തെ ആളുകളാണ് ഭരണി. അവർ പരാജയപ്പെടുന്നവർക്ക് രോഗങ്ങൾ വരുമ്പോഴാണ്. പക്ഷെ അവർ വിജയിക്കാറുണ്ട്. സ്പോർട്സ് മേഖലയുടെ നല്ല ഉയരമുണ്ട്, നല്ല രീതിയിൽ ഉയർച്ച അവർക്ക് ലഭിക്കും. പക്ഷെ 40-43 വയസ്സ് വരുമ്പോൾ അവർക്ക് രോഗങ്ങൾ ആരംഭിക്കുമ്പോൾ അവർ പരാജയപ്പെടും. അടുത്തതായിട്ട് സ്പോർട്സ് മേഖലയുമായിട്ട് ബന്ധമുള്ള ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ തന്നെ മൂഡ് ചേഞ്ച് ആകുമ്പോൾ അവർക്ക് അടുത്ത കാര്യത്തിലുള്ള ഇൻട്രസ്റ്റ് വരുമ്പോൾ ഒരു സ്പോർട്സ് മേഖല വിട്ടേച്ച് പോകും. ഇത് കൊണ്ട് തന്നെ അവർക്ക് സ്പോർട്സ് മേഖലയിൽ സക്സസ് ആവാൻ സാധിക്കാറില്ല. അടുത്തായിട്ട് വരുന്നതാണ് തൃക്കാട് നക്ഷത്രം. ഇവർ തീർച്ചയായും സ്പോർട്സ് മേഖല വിജയിക്കും. ആയില്യം നക്ഷത്രം സ്പോർട്സ് മേഖല വിജയിക്കും. അതുപോലെ തന്നെ പിന്നെയുള്ള മിക്ക ആളുകളും സ്പോർട്സ് താല്പര്യമൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മിക്ക ആൾക്കാരും പിന്നെ സ്പോർട്സിലോട്ട് ഒരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. മൂലം നക്ഷത്രം സ്പോർട്സ് മേഖല വിജയിക്കും. പിന്നെ പൂരാട നക്ഷത്രം സ്പോർട്സ് മേഖല വിജയിക്കും.
കളരിപ്പയറ്റൊക്കെ നടത്തുന്ന പല ആശാന്മാരും പൂരാട നക്ഷത്രത്തിൽപ്പെട്ടവരാണ്. പല ആളുകൾ ഭരണിയിലുള്ളവരൊക്കെ കളരി നടത്തുന്ന ആശാന്മാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ പൂരാടമാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട്, പുല്യം കുറച്ചുകൂടി നിൽക്കുക, ശാരീരികമായ രോഗങ്ങളിൽ കുറഞ്ഞ് നിൽക്കുക. അതുകൊണ്ട് തന്നെ പൂരാട നക്ഷത്രം വളരെയധികം വിജയിക്കുന്ന നക്ഷത്രമാണ് സ്പോർട്സ് മേഖലയിൽ. പിന്നെ ഉള്ള ആളുകൾ സ്പോർട്സിൽ നോക്കും, ഒരു കൈയൊക്കെ വെച്ച് നോക്കുമെങ്കിലും ജീവിതത്തിൻ്റെ പാത വ്യത്യസ്തമായിട്ട് അവർ ചിലപ്പം വിദേശത്ത് പോയി പിന്നെ സെറ്റിൽഡ് ആവും, അല്ലെങ്കിൽ വിവാഹശേഷം അത്തരം ഒരു പരിപാടി ചെയ്യാറുണ്ടാവുമല്ല. ഓരോ ഓർമ്മകളായവർക്ക് ജീവിക്കുന്ന ആളുകളായി തീരും. അതാണ് ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു ഏറ്റവും സക്സസ്, തുടങ്ങിയാൽ അതിൻ്റെ അവസാനം വരെ കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ് ഉത്രട്ടാതി. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആരോഗ്യം കൂടുതലാണ്. ഇത്രയും നക്ഷത്രത്തിൽ ഏറ്റവും ശക്തിയുള്ള നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്നത് ഭരണി, തൃക്കേട്ട, തിരുവാതിര തുടങ്ങിയ നക്ഷത്രങ്ങളാണ് ശക്തരായ നക്ഷത്രങ്ങൾ. മൂലം നക്ഷത്രം. വേഗത കൂടിയ നക്ഷത്രങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വതിയാണ് വേഗത കൂടിയ നക്ഷത്രം, പക്ഷെ ശക്തരല്ല. കുതിരയാണ് മൃഗം, അതുകൊണ്ട് തന്നെ വേഗത കൂടുതലാണ്, പക്ഷെ ശക്തരല്ല. വളരെയധികം ശക്തരുള്ള ആളുകളാണ് തൃക്കേട്ടയും തിരുവാതിരയും ഉള്ള ആളുകളും ഈ ഭരണിയിലുള്ള ആളുകളും. പക്ഷേ അശ്വതി അത്ര ശക്തരല്ല, അശ്വതിക്ക് വേഗത കൂടുതലാണ്, അത്രയേ ഉള്ളൂ. ഇനി ശക്തി അല്ല, നമുക്ക് സ്റ്റാമിന കൂടി ആവശ്യമാണ്. നമുക്ക് നിലനിൽക്കാനുള്ള കഴിവ്, എത്ര നേരം നമ്മൾ നിലനിൽക്കും അതനുസരിച്ച് നമ്മൾക്ക് സ്പോർട്സിൽ വരാൻ പറ്റും. വലിയ ശക്തി ആവശ്യമില്ല, സ്റ്റാമിന ആവശ്യമുള്ളൂ. ഏറ്റവും കൂടുതൽ സ്റ്റാമിന ഉള്ള ആളുകളാണ് ഉത്രട്ടാതിക്കാർ. അത്ര സ്റ്റാമിന ഉള്ള നക്ഷത്രക്കാർ വേറെ ഇല്ല, പുരുഷനും സ്ത്രീ. ഞാൻ ഇവിടെ പറയുന്നത് പൂരത്തിൻ്റെ കാര്യമാണ്. പൂരത്തിന് നല്ല സ്റ്റാമിന ഉണ്ട്, പക്ഷേ സ്പോർട്സ് വിജയിക്കുന്ന ആളുകളാണ്. പൂരം സ്പോർട്സ് വിജയിക്കുന്ന നക്ഷത്രമാണ്, അത് ഉള്ളതാണ് പൂരം വിജയിക്കും. പിന്നെ ചില അവിചാരിതമായ ചില പൂരുരുട്ടാതിയും വിജയിക്കാറുണ്ട്, ചില പൂരുരുട്ടാതി. പക്ഷെ ഉത്രട്ടാതിയുടെ കാര്യം വളരെ സക്സസ്സാണ്. ഉത്രട്ടാതിയുള്ള ആളുകൾ സിനിമാ നടന്മാരാകും, അല്ലെങ്കിൽ പാട്ടുകാരാകും, അല്ലെങ്കിൽ എഴുത്തുകാരാകും, അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺസ് ആകും, ഓട്ട മത്സരത്തിൽ വിടും, അത്ലറ്റിക് ആകും, ഷോർട്ട് പുട്ട് എറിയും, ബോക്സിങ്ങിൽ പോവും, സ്റ്റണ്ട് പഠിക്കാൻ പോവും, ഗുസ്തി പഠിക്കാൻ പോവും, കളരിപ്പറ്റ്, കരാട്ടെ, കുങ്ഫു പോലുള്ള കാര്യങ്ങൾ ചെയ്യും. എത്ര നേരം എക്സസൈസ് ചെയ്താലും ക്ഷീണം, അണപ്പ്, കിതപ്പ് തുടങ്ങിയവ ഇവർക്കില്ല, സ്ത്രീക്കും പുരുഷനും. ആരോഗ്യം ഏറ്റവും തൃപ്തികരമായിട്ട് നിൽക്കുന്ന ആളുകളും ഏത് തരത്തിൽപ്പെട്ട ഭക്ഷണം കഴിച്ചാലും വയറ് സംബന്ധിച്ച് ഒരു പ്രശ്നവും അനുഭവപ്പെടാത്ത ആളുകൾ ഉത്രട്ടാതി. നമ്മൾ ബാക്കിയുള്ള നക്ഷത്രക്കാരിൽ ഭക്ഷണം വാരി വലിച്ച് കയറ്റി കഴിഞ്ഞാൽ പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം വലിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വയറ് സംബന്ധിച്ച് ഒരുപാട് പ്രയാസപ്പെടുക്കുന്ന ആളുകളാണ് അശ്വതി നക്ഷത്രത്തിൽ പെട്ടവർ. ഭക്ഷണം കഴിച്ച് പുറകെ തന്നെ വയറുവേദന തുടങ്ങുക, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു വോൾട്ടേജായി വരുന്നവരാണ് അശ്വതിക്കാർ. ഭരണിക്കാർക്കും അത്തരം ചില പ്രശ്നങ്ങളുണ്ട്. തിരുവാതിരപ്പെട്ടവർക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, വയറ് സംബന്ധിച്ച് ഒരു പ്രശ്നം അവർ അനുഭവിക്കാറില്ല, അവർക്ക് അങ്ങനെ ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ദഹനം നടക്കുന്നുണ്ട്, ഇവർക്ക് ഏത് രാജ്യത്തോടും സഞ്ചരിക്കാൻ പറ്റും. മറ്റുള്ളവന് ഒരു സ്റ്റേജ് ഷോ അല്ലെങ്കിൽ ലൈവ് ഷോ എടുക്കാൻ നേരത്ത് അവൻ്റെ ആരോഗ്യം കണക്കിലെടുക്കണം. ആരോഗ്യമില്ലെങ്കിൽ ആ സമയത്ത് അവിടെ ഹാജരാകാൻ പറ്റത്തില്ല. പക്ഷേ തിരുവാതിരക്കാരെ ഒരു കാര്യം ഏൽപ്പിച്ച് അവരവിടെ ഹാജരാകും. അവരൊരിടത്ത് പോലും താമസിച്ച് വരുന്ന നിലപാടില്ല. ആ പറയുന്ന ടൈമിൽ അവരവിടെ ഉണ്ടാകും, കാരണം അവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടാറുണ്ട്. പക്ഷേ അശ്വതിയിലുള്ളവർ പലരും എഴുന്നേൽക്കുമ്പോൾ രാവിലെ ചെറുതായിട്ട് പനിക്കാറുണ്ട്, അല്ലെങ്കിൽ ജലദോഷമായിരിക്കും. കുറച്ച് നേരം ഒരു 11 മണിക്ക് കഴിയുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നു, കാരണം ആരോഗ്യം കറക്റ്റില്ല. ഫുഡ്, തലേന്നത്തെ ഫുഡിൻ്റെ ക്ഷീണം, ദഹനപ്രയാസങ്ങൾ, പല കാര്യങ്ങളുണ്ട്. പക്ഷേ തിരുവാതിരക്കാർക്ക് ആ പ്രശ്നമില്ല, ഉത്രട്ടാതിക്കാർക്ക് ആ പ്രശ്നമില്ല, തൃക്കേട്ടക്കാർക്ക് ആ പ്രശ്നമില്ല, ചതയംകാർക്ക് ആ പ്രശ്നമില്ല, ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർ ഇവിടുന്ന് ഒരു ട്രെയിൻ യാത്ര ചെയ്താൽ അവരങ്ങ് പൊക്കോണ്ടേയിരിക്കും, അവർക്കൊരു കുഴപ്പമില്ല. മറ്റുള്ളവർ ബുദ്ധിമുട്ടും ശാരീരികമായിട്ട് ക്ഷീണത, തളർച്ച തുടങ്ങിയ കാര്യങ്ങളെടുക്കും. ഉത്രട്ടാതിയാണ് ഇതിന് ഏറ്റവും മുമ്പ്. ഒരു കുഴപ്പമില്ല. 5-ന് എഴുന്നേക്കണം, അവർ 5 എഴുതി സ്ഥലം വിടും. അപ്പോൾ അവർക്ക് ബോംബെക്ക് പോകണമെങ്കിൽ അവർ ബോംബെക്ക് പോകും, വിദേശം പോകണമെങ്കിൽ അവർ വിദേശം പോകും. നേരെ ഒരൊറ്റ പോക്കാം. ആ ഒന്ന് നിന്ന് കുളിച്ച് ഡ്രസ്സിട്ട് അവർ ആ സ്പോട്ടിൽ പോകും. എത്ര ദൂരം നടക്കണം അവർ നടന്നോളും. അത് ഏറ്റവും സ്റ്റാമിന ഉള്ള നക്ഷത്രക്കാരന് ഉത്രട്ടാതി. പുരുഷന്മാർക്കാണ് സ്പോർട്സ് സ്പീഡ് കൂടുതൽ, സ്ത്രീകൾക്കും അനുയോജ്യമാണ്. ജിമ്മിലൊക്കെ പോകുന്ന കൂടുതലായ ആളുകൾക്കെല്ലാം ഉത്രട്ടാതി നക്ഷത്രത്തിൽപ്പെട്ടവരായിരിക്കും. മുക്കാൽ ഭരണിക്കാരുണ്ട്, തിരുവാതിരക്കാരുണ്ട്, അശ്വതിക്കാരുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരു ഏറ്റവും ഫസ്റ്റിൽ വിജയിക്കാൻ സാധ്യത ഉത്രട്ടാതിക്കാരാണ്. ഏറ്റവും കരുത്തുള്ളത് ഉത്രട്ടാതിക്കാരാണ്. കുറേ നമ്മൾ കേട്ടിട്ടുണ്ട്, ജിമ്മിലുള്ള ആളുകൾ കുറേ മുട്ട പിഴുങ്ങിയത് കഴിക്കണം, കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കഴിക്കുമ്പോൾ സാധാരണ ആളുകൾക്ക് ചിലപ്പോൾ വേറെ സംബന്ധിച്ച് സുഖമാവുകയില്ല. പക്ഷേ ഉത്രട്ടാതിക്കാർക്ക് അത് സ്റ്റാമിന ആവുകയാണ്.
അവൻ്റെ ശരീരത്തിൽ ഇത് പിടിക്കുകയാണ്. എത്ര ദൂരം വേണം നീന്താൻ, എത്ര ദൂരം ഓടാൻ, നടക്കാൻ, ചാടാൻ എല്ലാ കഴിവും ഉത്തരവാദിത്തമുണ്ട്. സ്പോർട്സ് മേഖലയാണ് ഇവർക്ക് ഏറ്റവും അനുയോജ്യമായ മേഖല. പിന്നെ പലർക്കും വിദേശവാസ യോഗ്യവുമുണ്ട്. സ്ത്രീകൾക്ക് വളരെയധികം ആരോഗ്യമുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇവർക്ക് സംഗീതം പഠിക്കാൻ 5 മണി തൊട്ട് വേണേൽ 10 മണി വരെ വേണം നിർത്താൻ അവർ പാടും. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓട്ടം ചാട്ടം, എല്ലാ കാര്യങ്ങളും ശാരീരിക ശക്തി വെച്ച് നമുക്ക് എന്തെല്ലാം ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും വളരെ ഈസിയായിട്ട്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് രേവതിയുടെ സ്വഭാവം. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ പൊരുത്ത നക്ഷത്രമുള്ള നക്ഷത്രക്കാരാണ് രേവതിക്കാർ. ഏറ്റവും കൂടുതൽ പൊരുത്തം, ഇത്രയും നക്ഷത്രക്കാരുമായിട്ട് പൊരുത്തം. കുറച്ച് ശത്രു ആരൊക്കെയാണ്? നമുക്ക് പൊരുത്തമില്ലാത്ത ആളുകൾ. ഭരണിയുമായിട്ട് രേവതിക്ക് പൊരുത്തമില്ല, രോഹിണിയുമായിട്ട് രേവതിക്ക് പൊരുത്തമില്ല, തിരുവാതിരയായിട്ട് രേവതിക്ക് പൊരുത്തമില്ല, ഉത്രട്ടാതിയായിട്ട് രേവതിക്ക് പൊരുത്തമുണ്ട്, ചില ഭാഗത്തിൽ പൊരുത്തമില്ല. വിശാഖം 4 വരുന്നവർ മാത്രമായിട്ട് പൊരുത്തമുള്ളൂ. പിന്നെ ഉത്രാടവുമായിട്ട് പൊരുത്തമില്ല, അവിട്ടവുമായിട്ട് പൊരുത്തമില്ല, പൂരുരുട്ടാതിയായിട്ട് പൊരുത്തമില്ല, ചോതിയുമായിട്ട് പൊരുത്തമില്ല. ഇത്രയും പേരെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ആളുകളുമായിട്ടും പൊരുത്തമുണ്ട്. ഈ ആളുകളെല്ലാം എണ്ണത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഗുണാനുഭവങ്ങൾ, സന്തോഷം തുടങ്ങിയ കാര്യങ്ങളെല്ലാം രേവതിക്ക് ലഭിക്കും. രേവതി കലാപരമായ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ അവർക്ക് ഫാൻസ് ഉണ്ടാവും, കൂടുതൽ ഒരു സക്സസ്സിലെത്തും. ഇപ്പം രേവതി സ്ത്രീകളുടെ പൊതുസ്വഭാവത്തെ പറ്റി ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേക സ്പെഷ്യൽ ക്യാരക്ടറുകളാണ് അവർ. എല്ലാവർക്കും അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. അസ്ട്രോളജി 2025 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ രേവതിയുടെ പൊതുസ്വഭാവം പുരുഷൻ്റെ സ്ത്രീയുടെ ഞാൻ വിശദമാക്കിയിട്ടുണ്ട്. ഇതിൽ കൂടുതലായി അതേപ്പറ്റി എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം രേവതിയുടെ രീതി വളരെ വ്യത്യസ്തമാണ്. ആർക്കും പിടിതരാത്ത ഒരു മനസ്സിന് ഉടമകളാണ് രേവതിക്കാർ. ചിലർക്ക് കലാപരമായ കാര്യങ്ങൾ കഴിവുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ലളിതമായ ജീവിതം ജീവിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളാണ് രേവതി. ചില ആളുകൾ മാത്രമേ സമ്പത്തിന് പിന്നാലെ പോവുകയുള്ളൂ. കർക്കശമായ നിലപാടുകൾ എടുക്കുന്നതിനിടയ്ക്ക് സെൻറ്റിമെൻറ്റ്സ് വന്നിട്ട് വീണ്ടും ആ നിലപാട് മാറ്റുന്നവരാണ് രേവതി. ഇന്നൊരു തീരുമാനമെടുത്താൽ നാളെ ആ തീരുമാനം കാണുകയില്ല. ഇന്നൊരു തീരുമാനം എടുത്താൽ നാളെ ആ തീരുമാനം കാണുകയില്ല. ഒരാളോട് ദേഷ്യപ്പെടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ സെൻറ്റിമെൻറ്റ്സ് കയറിയിട്ട് അവരോടുള്ള ദേഷ്യം കുറഞ്ഞു പോകും. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ദേഷ്യം മാറ്റാത്ത ആളുകളാണ് ബാക്കിയുള്ളവർ, കുറേ ആളുകൾ. ഞാൻ അവരുടെ ലിസ്റ്റുകൾക്ക് പിന്നീട് വഴിയെ പറയാം. ഇത്രയും കാര്യങ്ങൾ രേവതിയുടെ പൊതുസ്വഭാവം നിങ്ങൾ അസ്ട്രോളജി 2025 പറയുന്ന പ്ലേലിസ്റ്റ് കാണുക മനസ്സിലാവും. ഇനി ഞാൻ പാമിസ്ട്രി 2025 എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു പ്ലേലിസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. ഹസ്തരേഖ മുഴുവൻ അതിനകത്തുണ്ട്. അതും വെച്ച് നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ച് കാണാം. ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നൊരു ചെറിയ കാര്യം, ഹസ്തരേഖയുടെ ഒപ്പം തന്നെ നമുക്ക് തലവര എങ്ങനെ കണ്ടുപിടിക്കാം. കേട്ടിട്ടുണ്ടോ? തലവര എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെറ്റിയിൽ കാണുന്ന ആ 3 വരകൾ വെറുതെ നെറ്റി ഇങ്ങനെ ഇടുമ്പോൾ, ഫ്രീ ആയിട്ട് ഇടുമ്പോൾ, ആ 3 വരകളെയാണ് നമ്മുടെ തലവരയായിട്ട് പറയുന്നത്. നെറ്റിയിലുള്ള ആ വരകൾ വളരെയധികം ചെറുപ്പകാലത്ത് തന്നെ പുറത്തേക്ക് വളരെയധികം ഇങ്ങനെ വരച്ച പോലെ, നെറ്റി ചുളിക്കുമ്പോഴല്ല കേട്ടോ, അല്ലാതെ ഫ്രീ ആയിട്ട് ഇടുമ്പോൾ. ആ വരകൾ ഒറ്റ ലൈനാണെങ്കിൽ ഒറ്റ ജോലിയിൽ ഉറച്ചു നിൽക്കും. അതിൽ വിജയം അന്ത്യകാലത്തോളം. 3 ലൈനുണ്ടെങ്കിൽ ജോലികളിൽ മാറ്റം, ലൈനുകൾക്കിടയിൽ പൊട്ടലുണ്ടെങ്കിൽ പൊട്ടുക, ഇങ്ങനെ വിട്ടുവിട്ട് പോവുക, കുത്തുകൾ ഇങ്ങനെ ത്രികോണം പോലെ ചെരിഞ്ഞ് വെച്ച് മേളിലോട്ടുള്ള ലൈൻ, ഇതൊക്കെ കാണിക്കുന്നത് ഒരു 6-7 വർഷം ജോലിയിൽ നിന്ന് വിട്ടുനിന്ന് ഭവനത്തിൽ തന്നെ ഇരിക്കേണ്ട അനുഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതാണ് തലവര. ചില ആളുകൾക്ക് ഈ ലൈൻ കാണുകയില്ല, ലെൻസ് വെച്ച് നോക്കിയാൽ കാണത്തില്ല. ചില ആളുകൾക്ക് തെളിഞ്ഞു കാണാം. വാർദ്ധക്യം വരുമ്പം എല്ലാവർക്കും ലൈനുകൾ തെളിഞ്ഞു വരും. പക്ഷേ ചെറുപ്രായത്തിൽ 20-25 വയസ്സിലെ ചില ആളുകൾക്ക് ഇങ്ങനെ ലൈൻ കാണുന്നുണ്ടെങ്കിൽ കോടീശ്വര യോഗമാണ് പറയുന്നത്. അവർക്ക് കോടീശ്വരന്മാരാവാൻ സാധ്യതയുണ്ട്. കോടീശ്വരന്മാർ അതൊന്ന് കൂടുതലാണ്. സാമ്പത്തികമായി വളരെയധികം വരും. അതാണ് തലവര. അതുപോലെ പ്രണയത്തിൽ ചില കാര്യങ്ങൾ പരാജയപ്പെട്ടു പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട്. എല്ലാവർക്കും സക്സസ് അല്ലല്ലോ. അശ്വതി, തിരുവാതിര, രോഹിണി, പിന്നെ പുരാണം, പുണർദം, ആയില്യം, ഉത്രാടം തുടങ്ങിയ ചില നക്ഷത്രങ്ങൾ പ്രണയത്തിൽ പരാജയപ്പെട്ടു പോകുന്നവരാണ്. ചില ആളുകൾക്ക് പ്രണയങ്ങൾ താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് വിവാഹം മാത്രമേ താല്പര്യം ഉണ്ടാവും. ചിലരൊരു രസത്തിന് വേണ്ടി പ്രണയിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷേ എന്താണേലും സക്സസ് നേടുന്ന ആളുകൾ കുറേ ആളുകളുണ്ടെങ്കിലും പരാജയപ്പെടുന്ന ആളുകൾ ഇത്രയും വെച്ച് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.
വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഇത്തരം വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി.